ആസിഫ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഷവർലെ ക്രൂസിൻ്റെ ക്ലച്ച് പ്ലേറ്റ് റീപ്ലേസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡുവൽ മാസ് ഫ്ലൈവീലിൻ്റെ കംപ്ലയിൻറ്റ് കൂടി വണ്ടി കാണിക്കുന്നുണ്ട്. നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്യുന്ന ടൈമിലും ക്ലച്ച് ബന്ധ് കാല് ഡിസെൻഗേജ് ചെയ്യുന്ന ടൈമിലൊക്കെ എന്ത് ചെയ്യുക, ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുന്ന ടൈമിൽ ഒരു വൈബ്രേഷൻ, അതുപോലെ തന്നെ വണ്ടിക്ക് ഒരു ഓവർ ജർക്കിങ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വളരെ പിക്കപ്പ് ഡ്രോപ്പാണ് വണ്ടി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡുവൽ മാസ് ഫ്ലൈവീൽ ചെക്ക് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ക്ലച്ച് പ്ലേറ്റ് റീപ്ലേസ് ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്രൂസിൻ്റെ ഗിയർ ബോക്സ് റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുക. പരമാവധി മാക്സിമം ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയ വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ വരിക. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വാഹന സംബന്ധമായിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ മിസ്റ്റർ മെക് മലയാളം നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ മിസ്റ്റർ മെക് മലയാളത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അപ്പോൾ ഇതിലൂടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ചെയ്യുക. അപ്പോൾ മാക്സിമം നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് 2014 മോഡൽ ഷവർലെ ക്രൂസാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് അതുപോലെ തന്നെ ഡുവൽ മാസ് ഫ്ലൈവീലാണ് ഇതിനകത്ത് വരുന്നത്. ഡുവൽ മാസ് ഫ്ലൈവീലിനും കൂടി കംപ്ലയിൻ്റ് ഉണ്ട്. ജസ്റ്റ് വണ്ടി എന്താ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് കഴിഞ്ഞാൽ ക്ലച്ച് വന്ന് കളിക്കണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് ചാട്ടം കൂടുതലാണ്, പെട്ടെന്നായിട്ട് വണ്ടി ചാടിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് നമുക്കിവിടെ റിമൂവ് ഉണ്ട്. ബാറ്ററി റിമൂവ് ചെയ്യണ പോലെ തന്നെ അതിൻ്റെ ECU ആണ് വരുന്നത്. ECU കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാണ്ട് പിന്നെ അതുപോലെ രണ്ട് സൈഡ് ഡ്രൈവ് ആക്സിൽ റിമൂവ് ചെയ്യുക. ബാക്കി ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ റൗണ്ട് ബോൾട്ട് കാര്യങ്ങൾ റിമൂവ് ചെയ്യാണ്ടാവും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിച്ചു തരും ഓരോന്നായിട്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഡ്രൈവ് ആക്സിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവ് ആക്സിൽ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ഡ്രൈവ് ആക്സിൽ ഉണ്ടാവും. രണ്ട് ഡ്രൈവ് ആക്സിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ബാക്കോട്ട് പുള്ള് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഗിയർ ബോക്സിന് താത്താനുള്ളൊരു ഗ്യാപ്പ് മതി. ഓരോ ടെക്നീഷ്യന്മാർ അവരെ ഐഡിയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റേതായ പെട്ടെന്ന് ചെയ്യാനുള്ള ലെവലിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പുറകോട്ട് നീക്കി വെക്കാറുണ്ട് സൈഡും. ഗിയർ ബോക്സിൻ്റെ റൗണ്ട് ബോൾട്ട് വരുന്നത് 19mm ബോൾട്ടാണ്. അപ്പോൾ ഈ സൈഡിലുണ്ടാവും. ഇവിടെ മോൾ ഭാഗത്തും അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിലായിട്ട് രണ്ട് ബോൾട്ടുകളുണ്ടാവും. അതുപോലെ താഴെയും റൗണ്ട് ബോൾട്ട് ഉണ്ടാവും. ഫുള്ളായിട്ടുള്ള ഓരോ റൗണ്ട് ബോൾട്ടുകളും കറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് വെക്കുക. ഗിയർ ബോക്സ് ഫ്രീ ആയിരിക്കണം. പക്ക ഫ്രീ ആയതിനു ശേഷം മാത്രം നമുക്ക് ഗിയർ ജസ്റ്റ് പുറകോട്ട് വലിച്ചേക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടർ വരുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടർ ഇതാണ്. സ്റ്റാർട്ടിംഗ് മോട്ടറിന് ഗിയർ ബോക്സിനോട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് ബോൾട്ട് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബോൾട്ട് ലൂസ് ചെയ്തതിന് ശേഷം ലേശം ഒന്ന് പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി ഫ്രീ ആയി കിട്ടും. ഒരുപാട് പാർട്ടുകൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഗിയർ ബോക്സ് ഇറക്കാവുന്ന ഒരു ഗ്യാപ്പിൽ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ എക്സോസ്റ്റിൻ്റെ കാറ്റലിക് കൺവേർട്ടർ വരുന്നത്. ഈ കാറ്റലിക് കൺവേർട്ടർ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, അയച്ച് മുകൾ ഭാഗത്ത് നിന്ന് ഈ മാനിഫോൾട്ടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് താഴ്ഭാഗത്ത് താത്തി വെച്ചാൽ മതി. അതൊന്നും ഒരിക്കലും ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ എന്താ പറയുക, കൂടുതൽ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ ഇത് അയച്ചു വെക്കേണ്ട ആവശ്യമുള്ളൂ. ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പുറകോട്ട് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നെ 12mm ഒരു 4 ബോൾട്ട് ഉണ്ടാവും. അത് അയച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറകോട്ട് ഫുള്ളായിട്ട് മാറ്റി വെക്കാൻ കഴിയും. പിന്നെ ഈ സബ്ഫ്രെയിമിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം ഫുള്ളായിട്ട് വരുന്നത്. ലോറാമായാലും അതുപോലെ തന്നെ സ്റ്റെബിലൈസർ ലിങ്ക് സാരിംഗ് ബോക്സ് എല്ലാം സസ്പെൻഷൻ സിസ്റ്റം സബ്ഫ്രെയിമിലാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സബ്ഫ്രെയിം ജസ്റ്റ് താത്തിയാൽ മാത്രമേ ഗിയർ ബോക്സ് അതിനകത്ത് നിന്ന് പ്ലേ ആക്കി ഒന്ന് പുറകോട്ട് വലിച്ചേക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്ഫ്രെയിം ഇങ്ങനെ താത്തി വെച്ചിട്ടുള്ളത്. ഇതാണ് ഗിയർ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡ്, സബ്ഫ്രെയിമിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് വരുന്ന ഒരു ഗിയർ ബോക്സിൻ്റെ മൗണ്ട് ഇതാണ്. അപ്പോൾ ഈ മൗണ്ട് നമ്മൾ ഫൈബർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡിൽ റിമൂവ് ചെയ്യുന്നത് കാണിക്കാത്ത പറഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ഏരിയയിലാണ് ഈ ഫിറ്റിങ്സ് വരിക. അതുണ്ട് ഈ 3 ബോൾട്ട് ഗിയർ ബോക്സിന് അറ്റാച്ച് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം സബ്ഫ്രെയിമിന് അറ്റാച്ച് ആയിരിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് ഗിയർ ബോക്സ് റിസ്ക് ഇല്ലാതെ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ്. ഏതുണ്ടോ ഇത് കറക്റ്റായിട്ട് റിട്ടേൺ വരാത്ത പ്രശ്നം. നമ്മൾ ക്ലച്ചിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലിട്ട് കാർ എടുക്കുന്ന ടൈമിൽ വണ്ടി കുറച്ച് എന്ത് ചെയ്യുക, ചാട്ടം കൂടുതലാണ്. ആ ഒരു തെറിപ്പിനുള്ള കാരണം എന്താ വെച്ചാൽ ഡുവൽ മാസ് ഫ്ലൈവീലാണ് ഇതിനുള്ളിൽ വരിക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വർക്കിംഗ് ഇല്ലാത്ത കാരണം അത് കംപ്ലയിൻറ്റ് എങ്ങനെ ആയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രിങ് ആക്ഷനാണ്. ഈ ഡുവൽ മാസ് ഫ്ലൈവീൽ കൊടുത്തുള്ളത് പറഞ്ഞാൽ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ കറക്റ്റായിട്ട് ഗിയർ ബോക്സിലേക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ജർക്കിങ് ഇല്ലാതെ കറക്റ്റായിട്ട് ഒരു വൈബ്രേഷൻ ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റമാണ് ഡുവൽ മാസ് ഫ്ലൈവീൽ. അപ്പോൾ ഈ ഡുവൽ മാസ് ഫ്ലൈവീലിൻ്റെ ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളത്തെ കമ്പോണൻസിൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷൻ പോകും, ഡയറക്റ്റ് ആയിരിക്കും പിന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ആടി തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് വലിച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ റിട്ടേൺ വരണം. ഇത് പഴയ നമ്മൾ ഏത് പൊസിഷനിൽ നിന്നാണോ വലിച്ചു വിട്ടുള്ളത് ആ പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് റിട്ടേൺ വരണം. അങ്ങനെ വന്നില്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് ലോക്കായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുണ്ട്, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതുണ്ട് അത്യാവശ്യം പ്ലേ ആയിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു ജർക്കിങ് കാരണമാണ് നമുക്ക് എന്താ ക്ലച്ച് അങ്ങനെ പെട്ടെന്ന് സ്ലിപ്പായി തെറിച്ച് പോകണമെന്നുള്ള കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം. ഓക്കെ, നമ്മളിതൊരു ബേഗിലെ TC
T16 ഒരു സ്പെഷ്യൽ ടൂളാണ്, ഫോർവേഡ് ടൈപ്പ് സ്പെഷ്യൽ ടൂളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് ഡുവൽ മാസ് ഫ്ലൈവീലിൻ്റെ ബോൾട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. കണ്ടോ, അത് സിമ്പിളായിട്ട് നമുക്ക് ഇത് ഈ T16 ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം. ഇതിന് 6 ബോൾട്ട് വരും. അപ്പോൾ കറക്റ്റായിട്ട് ഇത് ലോക്ക് ചെയ്തതിന് ശേഷം, സ്പെഷ്യൽ ടൂൾ അതായത് ഫ്ലൈവീൽ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ടൈമിങ് കാര്യങ്ങളും തിരിയരുത്. ഓപ്പോസിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ടൈം ചെയിൻ ഓപ്പോസിറ്റ് ടൈം ചിലപ്പോൾ ചെയിൻ ഗൈഡോ പൊന്താണ്ട് കാര്യം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്ലച്ച് പ്ലേറ്റ് അസംബ്ലി അതുപോലെ ഫ്ലൈവീൽ അസംബ്ലി റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ആദ്യമുള്ള ഫ്ലൈവീലിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ആദ്യം പ്രഷർ പ്ലേറ്റ് എന്നുണ്ടോ ഈ ഒരു ഫ്രിക്ഷൻ വരുന്ന ഭാഗത്ത് പ്രഷർ പ്ലേറ്റ് ജസ്റ്റ് പുഷ് ആവേണ്ട ഭാഗത്തുണ്ടില്ല, നന്നായിട്ട് തേയ്മാനം സംഭവിച്ചിട്ട് ഇത് ഡൗൺ ആയിട്ടുണ്ട്, നന്നായിട്ട് ഡൗൺ ആണിത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹാർഡ് ഓൺ ഓവറായിട്ട് ഹീറ്റ് ആയതിന് ശേഷം ഇത് ജാമായ കാരണം കൊണ്ട് ഹീറ്റായിട്ട് നന്നായിട്ട് ഹാർഡായി പോയിട്ടുണ്ട്. ഫ്ലൈവീൽ ജസ്റ്റ് മറിച്ച് കാണിക്കാം. അതാണ് നമ്മൾ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ ഫേസ് ഭാഗം വരുന്നുണ്ടോ, ഇതാണ് പ്രസ്സായിട്ടാണ് നമ്മൾ ക്ലച്ച് പ്ലേറ്റ് ഇതിലിരിക്കുക. അപ്പോൾ ഇത് ഹീറ്റ് ആയിട്ടുണ്ട്, ഒരു ചുവന്ന അടയാളം കാണുന്ന റെഡ് മാർക്കിംഗ് ഉണ്ടല്ലേ, ഇത് ഓവറായിട്ട് ഹീറ്റ് ആയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മാർക്കിംഗ് വന്നുള്ളത്. പിന്നെ നമുക്ക് ക്ലച്ച് പ്ലേറ്റ് കാണിച്ചു തരാം. അതാണോ ക്ലച്ച് പ്ലേറ്റിൻ്റെ റിവിറ്റ്, ഇതുണ്ട് ഈ റിവിറ്റ് ഫുള്ളായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതായത് ക്ലച്ച് പ്ലേറ്റ് ഇനി കുറച്ചും കൂടി ഉള്ളൂ, കാരണം മറ്റേ കമ്മിയായിട്ടുണ്ട്, ജാമായി പോയി. അതായത് ജാമായി വരുന്ന ഓവർ ഹീറ്റായി, കാരണം ഈ ഒരു കളറിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അസംബ്ലി റീപ്ലേസ് ചെയ്യണം. ക്ലച്ച് പ്ലേറ്റ് അതുപോലെ പ്രഷർ പ്ലേറ്റ് അസംബ്ലി റീപ്ലേസ് ചെയ്യണം. പിന്നെ ഉള്ളത് തന്നെ ഇതിന് ഡുവൽ മാസ് ഫ്ലൈവീലാണ്. അതാണ് ഡുവൽ മാസ് ഫ്ലൈവീൽ. നമ്മുടെ വണ്ടിക്ക് മറ്റൊരു കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലച്ച് വന്ന് കാലെടുക്കുന്ന ടൈമിൽ തന്നെ വണ്ടി തെറിപ്പ് കൂടുതലാണ്. അത് പെട്ടെന്ന് ഫ്രണ്ടിലോട്ടുള്ളൊരു പെട്ടെന്ന് ജർക്കിംഗ് ആണ് വണ്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്തിരുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ കൂടുതൽ ഫീൽ ചെയ്തത് അതായിരുന്നു. അപ്പോൾ ഉണ്ടോ അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ ഡുവൽ മാസ് ഫ്ലൈവീൽ കംപ്ലയിൻ്റ് ആണ്. ഉണ്ടോ ഈ ഒരു പ്ലേ കൂടുതലാണിത്. ഇത് കറക്റ്റായിട്ട് വർക്കിംഗ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ഇത് ഫുള്ളായിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എഞ്ചിൻ്റെ നിന്ന് പവർ എന്താ ട്രാൻസ്മിഷനൊക്കെ റെഡ്യൂസ് ആവുന്ന ടൈമിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഉള്ളൊരു സഡനുള്ളൊരു ആക്ഷൻ കുറക്കാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്നുള്ള ആ ഒരു ജർക്കിംഗ് ഒഴിവാണെന്നുണ്ടെങ്കിൽ ഡുവൽ മാസ് ഫ്ലൈവീൽ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയിരിക്കണം. ഇതിപ്പോൾ കണ്ടോ കൂടുതൽ പ്ലേ ആണ്. അപ്പോൾ ആ പ്ലേ അബ്സോർവ് ആയി വരുമ്പോഴേക്കും ഡ്രൈവ് ജർക്കിംഗ് കൂടി വരും, ലോക്കായി പോകും. വണ്ടിച്ചെടുക്ക് ലോക്കായി കഴിഞ്ഞാൽ ഡ്രൈവ് എന്ത് ചെയ്യും, പെട്ടെന്നായിട്ട് നമുക്ക് വീലിലോട്ട് ആ ഒരു വണ്ടിയുടെ ഒരു തെറിപ്പ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡുവൽ മാസ് ഫ്ലൈവീലിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഫ്ലൈവീൽ ഡുവൽ മാസ് ഫ്ലൈവീലാണിത്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന വർക്കിംഗ് ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിലാണ് ഇതിൻ്റെ പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഇപ്പം കാണുന്നതല്ല, അത്യാവശ്യം നല്ല സ്പ്രിങ് നല്ല ടെൻഷനുള്ള സ്പ്രിങ് ആണ്. ജസ്റ്റ് ഉണ്ടോ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ പുള്ളി ചെയ്ത് അതിൻ്റെ പൊസിഷനിലേക്ക് ഒരു പൊടിക്ക് പ്ലേ ഇട്ടുണ്ട് കണ്ടോ, അങ്ങനെ സെറ്റായിരിക്കണത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫുള്ളായിട്ട് പ്ലേ ആയിരുന്നു. ആദ്യം നല്ല പ്ലേ ഉണ്ടായിരുന്നു, അപ്പ് ആൻഡ് ഡൗൺ നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്ലിയറായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്താ പഴയ ഫ്ലൈവീൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇത് അത്യാവശ്യം കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് പഴയ തന്നെ റിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല, ഓക്കെ ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ പുതിയ ക്ലച്ച് സെറ്റ് എത്തിയിട്ടുണ്ട്. OEM ക്ലച്ച് സെറ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പുതിയ ക്ലച്ച് പ്ലേറ്റ്. ക്ലച്ച് ഡിസ്ക് അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റും കൂടെ ഉണ്ട്. ക്ലച്ച് സെറ്റാണിത് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഫിംഗർ പഴയ ക്ലച്ച് സെറ്റിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിംഗർ നല്ല ഹാർഡും ഡൗൺ ആയിപ്പോയി കണ്ടോ. ഇതുപോലെ നല്ല സ്മൂത്താണ്. ഇപ്പോൾ നമുക്കത് ഫിറ്റ് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ക്ലച്ച് പ്ലേറ്റ് തന്നെ ഇപ്പോൾ ഉണ്ടാവും. പഴയ ക്ലച്ച് പ്ലേറ്റ് പറഞ്ഞാൽ ഈ റിവിറ്റ് ഫുള്ളായിട്ട് താഴ്ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ക്ലച്ച് ഹീറ്റായിട്ട് ക്ലച്ച് ഡിസ്ക് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് പ്ലേറ്റ് സെറ്റ് അസംബ്ലി മാറാണ്. സ്പെഷ്യൽ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലച്ച് സെൻറ്റർ ചെയ്യാൻ പോകുന്നത്. കറക്റ്റായിട്ട് ഫ്ലൈവീൽ അതുപോലെ ഗിയർ ബോക്സ് കറക്റ്റായിട്ട് കയറുന്നതിന് പ്രോപ്പർ സെൻറ്റർ ആയിരിക്കണം ക്ലച്ച് പ്ലേറ്റ് അസംബ്ലി. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടൂളാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്ത് ഫിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ സെൻറ്റർ ആയിട്ട് ഇരുന്നോളും. ഇത് സെൻറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടൂൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഈ ഗ്രൂവിന് ടൈറ്റായി കിടക്കുന്നുണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫിംഗർ ഉണ്ട്, ഈ ഫിംഗർ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഉള്ളത്തെ ഈ നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററായി കിടക്കും. ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് കൊണ്ടുപോയി ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈവീൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ നേരം എന്ത് ചെയ്യുക, ബോൾട്ട് ടൈറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് സെൻറ്ററായി കിടക്കും. സൈഡിലേക്കോട്ട് വൈഡായി കിടന്നുണ്ടെങ്കിൽ എന്ത് ഗിയർ ബോക്സ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ടോപ്പ് ഗിയർ അതിനൊക്കെ കറക്റ്റായിട്ട് പോർട്ടിൽ ഇരിക്കാതെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ സ്പെഷ്യൽ ടൂളാകുമ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗിയർ ബോക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ക്ലച്ച് ഡുവൽ മാസ് ഫ്ലൈവീലിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. എല്ലാം തീർത്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് അടക്കം പ്രോപ്പർ കാണാമല്ലോ. പ്രോപ്പർ ഫിറ്റിംഗ്സ് അടെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്.
അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവിനാണുള്ളത്. വേറെ ഫ്ലൈവിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് പറഞ്ഞ വണ്ടി ഓടിക്കുമ്പോൾ നന്നായിട്ട് ക്ലച്ചിൻ്റെ ഒരു തെറിപ്പും അതുപോലെ തന്നെ നല്ലൊരു ജർക്കിങ്ങിന് വണ്ടി ഫീൽ ചെയ്തിരുന്നത്. പ്രോപ്പർ പുള്ളിങ്ങൊക്കെ വളരെ കമ്മിയായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലച്ച് റീപ്ലേസ് ചെയ്തതുപോലെ തന്നെ 12 മാസ് ഫ്ലൈവിനാണ് അതിനകത്ത് വരിക. അതിൻ്റെ കംപ്ലൈൻറ്റ് കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു എന്താ പറയുക ജർക്കിങ് കൂടുതലായിട്ട് വന്നിരുന്നത്. ഓക്കെ, അപ്പം വണ്ടി ടെസ്റ്റ് ഡ്രൈവിലാണുള്ളത്. പ്രോപ്പർ ഗിയർ ഷിഫ്റ്റിങ്ങിലാണ് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. പ്രോപ്പറായിട്ട് ഗിയറെല്ലാം സ്മൂത്തിലി ഷിഫ്റ്റ് ആവുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വർക്ക് ചെയ്ത് എങ്ങനെയുണ്ട് നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് കസ്റ്റമറുടെ അടുത്തുള്ള ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ആദ്യത്തെ നേരത്തെ ഓടിക്കുമ്പോഴും ഇപ്പോൾ ഓടിക്കുമ്പോഴും ഉള്ള വ്യത്യാസം എങ്ങനെയുണ്ട്? അപ്പോൾ അടിപൊളി പെർഫെക്റ്റ് ആയിരുന്നു വണ്ടി. മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജർക്കിങ് ആയിരുന്നു. ക്ലച്ച് മാറുമ്പോൾ ഗിയർ മാറുമ്പോൾ ഭയങ്കര ജർക്കിങ് ആയിരുന്നു. ഇപ്പോൾ അടിപൊളി എൻ്റെ വണ്ടി ഉഷാറായി. താങ്ക് യു. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആണ് വണ്ടി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ക്ലച്ച് പക്ക ഫ്രീ, ഫ്ലൈവീൽ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ഇൻസ്റ്റാളേഷനാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വാഹനത്തിൻ്റെ മറ്റൊരു കംപ്ലൈൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.